അപ്പോൾ മച്ചന്മാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മൾ വർക്കെന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ടുള്ള ലൈൻ വർക്കാണ്. ഈ കാണുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഡ്രെയിനേജ് ലൈനാണ്. ഇത് വേസ്റ്റ് ലൈനാണ്. ഇത് നമ്മളൊരു ഡ്രോപ്പ് വാട്ടറാണ്. അപ്പോൾ ഈ ലൈനൊക്കെ നമ്മൾ ഇതുപോലെ 4-5 ഇതിൻ്റെ ഡോർട്ടിയൊക്കെ ഇട്ടാണ് ഇതിൻ്റെ ലൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡോർട്ടി ഒട്ടിക്കുമ്പോൾ സൈഡിൽ അടച്ച് പാക്ക് ചെയ്താണ് ചെയ്ത് പോകുന്നത്. അതുപോലെ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ നമ്മൾ ക്ലാമ്പിന് വേണ്ടിയാണ് മാർക്ക് ചെയ്തത്. ഈ കാണുന്നതാണ് നമ്മളെ വാട്ടർ ലൈന് വേണ്ടി നമ്മൾ സൈഡെല്ലാം പൊട്ടിച്ച് ഹോൾസ് എല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി വർക്കൊക്കെ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അതുപോലെ തന്നെ അവിടെ ആ സൈഡ് റെയിൻ വാട്ടർ വാഷിംഗ് മെഷീൻ ലൈനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പണിയെന്നൊക്കെ ഫുള്ളായിട്ട് ഓപ്പണായിട്ട് ലൈൻ വർക്കാണ്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ മച്ചന്മാരെ നമ്മളെ ലൈനെല്ലാം ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മൾ 2 പേരാണ് ഇന്ന് ഉണ്ടായിരുന്നു സൈറ്റിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ 4-5 2 ഡോർട്ടിയൊക്കെ നമ്മൾ സൈഡ് ക്യാപ്പെല്ലാം അടച്ചിട്ടാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അതുപോലെ ഇത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു ബാത്റൂമിൻ്റെ വാട്ടർ ലൈനാണ്. അത് നമ്മൾ ഓരോ കൺട്രോൾ വാൽവ് വിട്ടിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പം 1.5 2 മെയിനാണ് ഈ സൈഡ് ഇറങ്ങുന്നത്. ഒന്ന് നമ്മൾ സെൽഫ് ക്ലീനിങ് ടാങ്കിലെ വെള്ളമാണ് നമ്മൾ ബാത്റൂമിനകത്തെല്ലാം പോകുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് ഒരു സ്റ്റീൽ ടാങ്കാണ് ഇവിടെ സാറ് വയ്ക്കുന്നത്. അപ്പോൾ സ്റ്റീൽ ടാങ്കിൻ്റെ ലൈന് നമുക്ക് കിച്ചണിലേക്ക് വർക്ക് ഏരിയയിലേക്ക് മാത്രമാണ് ഇത് പോകുന്നത്. അപ്പോൾ ഈ 1 ഇഞ്ച് എന്ന് വെച്ചാൽ പമ്പ് ലൈനാണ്. ഈ കാണുന്ന ഒരു കിണറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ കിണറിൻ്റെ ഒരു പമ്പ് ലൈന് വന്നിട്ട് നമ്മൾ 2 കൺട്രോൾ ഇട്ടിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സമയത്ത് നമുക്ക് ഓരോ ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറ്റാം. അതേപോലെ ഈ നടുക്ക് കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ 3/4 ഇഞ്ച് നമ്മൾ വാട്ടർ ഇട്ടിട്ട് ഒരു ലൈനാണ്. അതൊക്കെയാണ് ഇവിടുത്തെ നമ്മൾ ടാങ്കിലേക്കുള്ള ലൈനെല്ലാം നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അതുപോലെ ഈ കാണുന്നത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള ഒരു വാട്ടർ കണക്ഷനാണ്. അത് നമ്മൾ ഓരോ കൺട്രോളിങ് വാൽവ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ CPVC PVC കപ്ലറാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ ഈ കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് മുകളിലത്തേക്കുള്ള ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് ലൈനാണ് ഇത് അതിലേക്ക് കയറുന്നത് വെള്ളമാണ്, ഇൻലെറ്റാണ്. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഈ ബാത്റൂമിൻ്റെ ഒരു കൺട്രോൾ വാൽവാണ്. അകത്തെല്ലാം ചെയ്തത് നമ്മൾ ഇതേപോലെ CPVC പൈപ്പിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഇതേപോലെ ഈ 4 ഇഞ്ച് 2 ഇഞ്ചിൻ്റെ ഇവിടെ എയർ ലൈനാണ്. ഈ എയർ ലൈന് നമുക്കിനി ഇവിടുത്തെ ഒരു മാനോളുണ്ട്. മാനോളിലാണ് ഈ എയർ ലൈൻ കയറുന്നത്. ഇപ്പോൾ അവിടത്തേക്ക് 2 വേണ്ടി നമ്മൾ മുകളിലെല്ലാം ലൈന് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആ ബാത്റൂമിൽ 2 ആണെങ്കിൽ ആ ഒറ്റ എയർ ലൈൻ കിട്ടും. 2 ഇഞ്ചിന് 4 ഇഞ്ചിന് നമ്മൾ അവിടെ വച്ചിട്ടുണ്ട്. അതുപോലെ അകത്തെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ കൺസീലർ ഫ്ലഷ് ടാങ്കാണ്. അപ്പോൾ നമ്മൾ എയർ എന്തായാലും കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഡോർട്ടി ഇട്ട് 245 ഇട്ട് ഇങ്ങനെ കാണുമ്പോൾ വൃത്തിയായിട്ടായിരിക്കും ഇങ്ങനെ. അതിനേക്കാളും നമ്മളിപ്പോൾ ഇവിടെ ഒരു ചേമ്പർ ഇട്ടിട്ട് ഈ ചേമ്പറിലാണ് ഈ എയർ ലൈൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ 4 ഇഞ്ചിന് 2 ഇഞ്ചിന് നമ്മൾ എയർ വെച്ചിട്ടുണ്ട്. ഈ ലൈൻ വരുമ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഓപ്പൺ ടെറസിലെ റെയിൻ വാട്ടറാണ് ഈ ലൈൻ വരുന്നത്. അത് നമ്മൾ 4 ഇഞ്ച് പൈപ്പാണ് ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ മച്ചാമാർ ഇതൊരു 5ാമത്തെ ബാത്റൂമാണ്. ഇത് വരുമ്പോൾ നമുക്ക് ഔട്ട് സൈഡാണ് വരുന്നത്. ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഒറീസാപ്പൻ ക്ലോസറ്റാണ്. അപ്പോൾ ക്ലോസറ്റിൻ്റെ ലൈനൊക്കെ നമ്മൾ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് നേരെ മുകളിൽ സ്ട്രൈറ്റാണ് നമുക്ക് ഇവിടെ വെന്റിലേഷൻ വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ എയർ ലൈൻ നമ്മൾ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ചേമ്പർ ഇട്ടിട്ട് ഈ എയർ ലൈൻ ഇതിൽ കണക്ട് ചെയ്യും. 4 ഇഞ്ച് 2 ഇഞ്ച് നമ്മൾ എയർ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ ഒരു കൺട്രോൾ വാൽവ് ഇട്ടിട്ടുണ്ട്. അകത്തെല്ലാം CPVC പൈപ്പാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ ഡ്രെയിനേജിൻ്റെ കുഴിയാണിത്. അപ്പോൾ ഇത് ലാസ്റ്റത്തെ ഒരു മാൻഹോളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ കറക്റ്റ് എയർ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്ത ക്ലോസറ്റ് എന്ന് വെച്ചാൽ ഒരു ഒറീസാപ്പൻ ക്ലോസറ്റാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കാണിച്ചു തരാം. ഇത് നമുക്കിവിടെ വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഓപ്പൺ ടെറസിൻ്റെ അവിടെ ഒരു അലക്കലുണ്ട്. അപ്പോൾ അലക്കലിലേക്ക് ഇറങ്ങുന്ന വേസ്റ്റ് ലൈന് കയറുന്ന ഒരു ഇൻലെറ്റാണ് ഇത്. ഇതാണ് നമ്മുടെ വേസ്റ്റ് വെള്ളത്തിൻ്റെ ടാങ്കാണിത്. ഇത് നമുക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ റെയിൻ വാട്ടറാണ്. ഇത് 4 ഇഞ്ച് പൈപ്പാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ഈ കാണുന്ന പോലെ എല്ലാ ക്ലിപ്പെല്ലാം ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഈ സൈഡ് നമുക്കൊരു ബാത്റൂം ഉണ്ട്, അത് കാണിച്ചു തരാം. ഇത് നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലൊരു ബാത്റൂമാണ്. ഈ ബാത്റൂമിൽ നമ്മൾ ഈ കാണുമ്പോൾ 4 ഇഞ്ചിൻ്റെ 2 ഇഞ്ചിൻ്റെ എല്ലാം ഡോർട്ടി ഒട്ടിച്ച് എല്ലാം സൈഡെല്ലാം അടച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഡ്രോപ്പ് വാട്ടറിന് നമ്മൾ 1 ഇഞ്ചിൻ്റെ ഒരു എൽബോ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ബാത്റൂമിന് നമ്മൾ ഓരോ കൺട്രോൾ വാൽവൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൈനെന്ന് വെച്ചാൽ ഇതൊരു ടാങ്കിൻ്റെ ലൈനാണ്. ഇത് ഇപ്പോൾ ടാങ്കിൻ്റെ ലൈനെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ളിന് സാറിന് ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കാൻ വേണ്ടി നമ്മൾ ഡയറക്റ്റ് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനാണ് ഈ കയറുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും അതുപോലെ ഒരു 1.5 ഇഞ്ച് ലൈനാണ് ഇറങ്ങുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഈ ചെടിക്ക് നനയ്ക്കാനും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു ലൈൻ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ ഒരു 3/4 ഇഞ്ചിൻ്റെ വാൽവ് ഇപ്പോൾ കുറവുണ്ട്. 3/4 ഇഞ്ച് വാൽവ് ഇട്ട് ബാക്കി സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്നതിൽ 1.5 ഇഞ്ചിൻ്റെ ഒരു വാൽവ് ഇട്ടിട്ടുണ്ട്. ബാക്കി 2 ടാങ്ക് അവിടെ വരും, ഇവിടെ ഒരു ടാങ്ക് വരും.
അപ്പോൾ മച്ചന്മാർ ഇന്നത്തെ നമ്മൾ വീഡിയോ കാണിച്ചതെന്ന് വെച്ചാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ലൈനിൻ്റെ വർക്കാണ്. ഇത് നമ്മൾ ഫുള്ളായിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം ഈ സൈറ്റിൽ നമ്മൾ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഈ സൈറ്റിലെ വർക്കിൻ്റെ വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് തറപ്പണിയുണ്ട്, അതുപോലെ തന്നെ ഓവർ ഹെഡ് ടാങ്കൊക്കെ വയ്ക്കാനുണ്ട്, പിന്നെ ഈ കാണുമ്പോൾ നമ്മൾ പൊട്ടിച്ച ഹോൾസ് എല്ലാം ഒന്ന് അടയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.